ഏതാണ്ട് വിഷാദത്തിലും ഒരു പ്രണയ നൈരാശ്യത്തിലും ഒതുങ്ങി നിൽക്കുന്ന താരതമ്യേന തീഷ്ണതയൊക്കെ കുറഞ്ഞ ഒരു ഭാവുകത്വമാണ് എടപ്പള്ളിയുടേത്. ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ തഴിയെ കുറിച്ച് എഴുതുമ്പോഴോ അല്ലെങ്കിൽ പാവങ്ങളെ കുറിച്ച് എഴുതുമ്പോഴോ ഒക്കെ അദ്ദേഹം ഈ ഒരു സാഹിത്യപരമായ സൂക്ഷ്മബോധം തന്റെ വിശദീകരണങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു കാലത്തെ രൂപപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കവിതയുടെ ഒരു സവിശേഷത അതിന് സ്വയമേവയുള്ള ഒരു എന്താ പറയാ ബഹുസ്വരത എന്നോ വേണമെങ്കിൽ വൈരുദ്ധ്യങ്ങൾ എന്ന് തന്നെയോ പറയാവുന്ന ഒന്നാണ്. ഇപ്പോ കുരുക്ഷേത്രം എഴുതുന്ന ഒരാള് അല്ലെങ്കിൽ സർവീലിസ്റ്റ് പ്രേമഗാനം എഴുതുന്ന ഒരാള് തന്നെ പകലുകൾ രാത്രികൾ എഴുതുന്നു, ഗോപികാദണ്ഡകം എഴുതുന്നു. ഗോപികാദണ്ഡകം വാസ്തവത്തിൽ മലയാളത്തിലൊരു ഈ എന്താ പറയാ നമ്മുടെ ഫെമിനിസ്റ്റ് സൈദ്ധാന്തികമായിട്ടുള്ള സിംബോളിക് സെമിയോട്ടിക് സങ്കല്പമൊക്കെ അവതരിപ്പിക്കുന്ന ഒരു പേര് പറഞ്ഞു. അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാഷയുടെ രണ്ട് പ്രതലങ്ങൾ അർത്ഥപരമായ വ്യക്തതയിലാഴ്ന്നു നിന്ന് അർത്ഥ സൂചിതത്തിലേക്ക് തുറക്കുന്ന സൂചകങ്ങളുടെ ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ട് കാവ്യഭാഷയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. മറിച്ച് അർത്ഥപരമായ വ്യക്തതയെ ഭാഷ മറികടക്കുകയും ഭാഷ അതിൽ തന്നെ ഒരു പ്രവാഹഗതി കൈവരിക്കുകയും ചെയ്ത് അർത്ഥത്തെക്കാൾ ഭാഷയുടെ ഒരു സ്വയം പ്രവാഹശേഷി രൂപപ്പെടുത്തുന്ന തരം കവിതകളുമുണ്ട്. ഫ്രഞ്ച് സിംബലിസ്റ്റ് പോയട്രിയെ കുറിച്ചാണ് അവരത് പറയുന്നത്, റെവല്യൂഷൻ ഇൻ ദ പോയറ്റിക് ലാംഗ്വേജ് എന്ന അവരുടെ പ്രബന്ധത്തിൽ. ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് കാണാവുന്ന തരം കവിതകൾ പണിക്കർ സാർ എഴുതുന്നുണ്ട്. ഗോപികാദണ്ഡകത്തിൽ അത് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ പല കവിതകളിലും ഭാഷ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ അർത്ഥത്തെക്കാളൊക്കെ ഭാഷയുടെ ഒരു പ്രവാഹ ബലത്തെ, പ്രവാഹശേഷിയെ കൂടുതൽ ഉന്നുന്ന ഒരു കാവ്യരചനാ രീതി കാണാൻ പറ്റും. എന്നാൽ മറുഭാഗത്ത് എത്തുമ്പോൾ വാക്കിന്റെ ധ്വനികൾ, ശ്ലേഷപ്രയോഗങ്ങൾ, അതിലെ ഒടിച്ചു മടക്കിയ മുനകൾ, അതെല്ലാം കൊണ്ട് പുതിയ ഒരു അനുഭവമണ്ഡലം സൃഷ്ടിക്കാനുള്ള വാക്കിൽ വലിയ തോതിൽ ഉന്നുന്ന ഒരു കവിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇങ്ങനെ രണ്ടറ്റങ്ങളും അദ്ദേഹത്തിൽ ഉണ്ട്. അല്ലെങ്കിൽ കിഷ്കിന്ധ എന്നതുപോലുള്ള കാർട്ടൂൺ കവിതകളെന്നോ ക്രൂര കവിതകളെന്നോ ഒക്കെ അദ്ദേഹം വിളിക്കുന്ന തരത്തിലുള്ള കാവ്യരൂപങ്ങൾ ഒരു ഭാഗത്ത്, ഗോത്രയാനം പോലെയുള്ള ദീർഘകാവ്യങ്ങൾ മറുഭാഗത്ത്, പകലുകൾ രാത്രികൾ പോലെ ഒരു നിലയ്ക്ക് ഒരു പ്രണയാതുരതയുടെയൊക്കെ ഒരു അനുഭവ പരിസരത്തെ നിലനിർത്തുന്ന കവിത ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മൃത്യുപൂജ പോലെയുള്ള കവിതകൾ മറ്റൊരു ഭാഗത്ത് കാണാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തമ്മിലടയുന്ന അനുഭവ ലോകങ്ങളെ തന്റെ കവിതയിലേക്ക് കൊണ്ടുവന്ന് ആ അനുഭവ ലോകങ്ങൾ ആകെ കൊണ്ട് തന്റെ കവിതയെ വിപുലീകരിക്കാനാണ് പണിക്കർ സാർ ശ്രമിച്ചത്. അതിലേതെങ്കിലും ഒരു സ്ഥാനത്ത് ഒതുങ്ങി നിൽക്കാനല്ല. അതുകൊണ്ട് നമ്മുടെ ഒരു നിരൂപകൻ പറയുന്നുണ്ട്, ബഹുസ്വരമായ ഒരു മൊഴിപ്പടർച്ചയാണ് പണിക്കരുടെ കവിതയുടെ ഒരു അടിസ്ഥാന പ്രകൃതം എന്ന് പറയുന്നത് വളരെ ശരിയായ ഒരു കാര്യമാണ്. 50കളുടെ പകുതി മുതൽ അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം വരെയുള്ള അരനൂറ്റാണ്ട് കാലം നോക്കിക്കഴിഞ്ഞാൽ ബഹുസ്വരമായ ഒരു മൊഴി പടർച്ച എന്നത് ഒരുപക്ഷെ ഏറ്റവും ഇണങ്ങുന്ന ഒരു കാവ്യജീവിതം അദ്ദേഹത്തിൻ്റെതാണ്. അവസാന കാലത്തൊക്കെ ഈ ലേഖനം പോലെ എഴുതിയിട്ട് മുകളിൽ കവിത എന്ന് എഴുതും. അപ്പൊ അതേക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, മുകളിൽ എന്ത് എഴുതുന്നു അതാണ് അതൊന്ന്, കഥാന്ന് എഴുതിയ കഥയാവും, കവിതാന്ന് എഴുതിയ കവിതയാകും. അത് ഒരു തമാശയാണോ എന്ന് വേണമെങ്കിൽ കരുതാൻ കേട്ടോ. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, അതായത് ഒരു രൂപം മറ്റൊരു രൂപത്തിലേക്ക് വഴുകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കേസരി കാര്യം പറയുന്നത് അയ്യപ്പണിക്കരെ കുറിച്ചല്ല. കേസരി ഈ മറ്റേ നമ്മുടെ ആസൽ ക്രൂസിനെ കുറിച്ച് എഴുതുന്ന സന്ദർഭത്തില് പറയുന്ന ഒരു കാര്യം, രൂപപരമായ അതിർവരമ്പുകൾക്കുള്ള ദൃഢതയൊന്നും ഇനി സാഹിത്യത്തിൽ ഏറെക്കാലം നിലനിൽക്കില്ല. ഒരു രൂപം മറ്റൊരു രൂപത്തിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്റെ കേസരി ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ ബർണാഡ് ഷായുടെ നാടകങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രബന്ധമായിട്ട് വായിക്കാം എന്നാണ്. കാരണം ബർണാഡ് ഷായുടെ നാടകങ്ങളുടെ ആമുഖ സൂചന എന്ന് പറഞ്ഞാൽ 1.5 പേജ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെ വേണം, ബക്കറ്റാണെങ്കിൽ 2 വരി, സ്ട്രീറ്റ് തിയേറ്ററിൽ എന്നേ ഉണ്ടാവുള്ളൂ, ഒരു തെരുവ് ഒരു മരം. മറിച്ച് ബർണാഡ് ഷാ ആണെങ്കിൽ ഇങ്ങനെ വിസ്തരിച്ച് അതിന്റെ സമസ്ത പ്രകൃതവും വിസ്തരിച്ച്
ആൾഡസ് ഹക്സ്ലിയെ നിങ്ങൾക്ക് ഒരു നോവലിന്റെ ഭാഗമായിട്ട് വായിക്കാം എന്നൊക്കെ കേസരി നിരീക്ഷിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യ രൂപങ്ങൾക്ക് ഉണ്ട് എന്ന് കരുതുന്ന സ്വയം പര്യാപ്തമായ നിലനിൽപ്പൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം സാന്ദർഭികമായി പറയുന്നുണ്ട്. അത് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയും. അങ്ങനെ ബഹുസ്വരമായ മൊഴിപ്പടർച്ച എന്നത് ഇപ്പൊ ഉത്തരാധുനികത എന്ന വാക്ക് തന്നെ ഉത്തരാധുനികത പറഞ്ഞിരിക്കുന്നു എവിടെയാണെന്ന് കംസന്മാർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന് മാഷ് തമാശയും കൂടി ചേർത്തിട്ട് ഉത്തരാധുനികതയെ കുറിച്ചുള്ള ആദ്യത്തെ നിരീക്ഷണം വരുന്നു. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ സാഹിത്യത്തെ സാഹിതീയമായ ഒരു പ്രതലത്തിലല്ല അതിൻ്റെ ഒരു ലാർജർ ഫ്രെയിംവർക്കിൽ അദ്ദേഹം കണ്ടിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, നമ്മുടെ കാവ്യഭാഷയെയും കാവ്യസങ്കല്പത്തെയും വലിയ തോതിൽ പുതുക്കി പണിയാൻ ഈ അരനൂറ്റാണ്ട് കാലത്തെ കാവ്യജീവിതം കൊണ്ട് കഴിഞ്ഞു. ഒന്ന് നിയതമായ ഒരു കാവ്യഭാഷ, അതിനെ വലിയ തോതിൽ പണിക്കര് മാഷ് മാത്രമായിട്ട് ചെയ്തു എന്ന് ഞാൻ പറയല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എലൂട്ടിൽ അടക്കമുള്ള ആളുകൾ അത് ചെയ്യുന്നുണ്ട്. എങ്കിലും നിയതമായ ഒരു കാവ്യഭാഷയ്ക്ക് പകരം പ്രാദേശികമായ മൊഴിച്ചേർപ്പുകളൊക്കെ ധാരാളമായിട്ട് കൂട്ടി വിളക്കി കാവ്യോചിത ഭാഷയുടെ നിരാകരണം, ഒരു നിലയ്ക്ക് പുറമ്പോക്ക് ഭാഷ എന്ന് വിളിക്കാവുന്നതിന്റെ സന്നിവേശം, അതുപോലെ തന്നെ നിത്യജീവിതത്തിന്റെ നാനാ സന്ദർഭങ്ങളെ കവിതയാക്കുക, ആ നിലയിൽ ഫലിതത്തെയും പരിഹാസത്തെയും കവിതയിലേക്ക് വളരെ കൂടുതൽ കൂട്ടിക്കൊണ്ടുവരിക, അങ്ങനെ കവിത എന്ന് പറയുന്നതിനെ തന്നെ കാവ്യാത്മകതയുടെ ഒരു പരമ്പരാഗത വൃത്തിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ആദ്യകാല കവിതകളിൽ തന്നെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു നിലയ്ക്ക് നോക്കിയാൽ കവിതയെ കണ്ടംപ്ലേറ്റീവ് ആകാൻ അനുവദിക്കാതിരിക്കുക എന്നൊരു താല്പര്യമുണ്ട്. കവിത ഒരു ധ്യാനാത്മക പ്രവൃത്തി എന്നതിന് പകരം കവിത ഒരു ദൈനംദിനാവിഷ്കാരത്തിന്റെ തലത്തിലേക്ക് തുറക്കുന്നു. നേരത്തെ ശാന്തം പറഞ്ഞതിൽ ആ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തും കവിതയാക്കാം, എന്തിനേയും കവിതയാക്കാം. അത് തന്നെയാണ് കവിതയുടെ അദ്ദേഹത്തിന്റെ ആദർശം എന്ന് ചോദിച്ചാൽ ആവണമെന്നില്ല. പക്ഷെ അങ്ങനെ കവിതയുടെ ഒരു ബഹുസ്വര ലോകം സാധ്യമാണ് എന്നത് അദ്ദേഹം തന്റെ കാവ്യജീവിതത്തിൽ ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ ആഴം എന്ന് പറയുന്നതിനെ ബോധപൂർവം നിരസിക്കാൻ ശ്രമിക്കുന്ന മട്ടിലുള്ള ഒരു കാവ്യ രീതിയെയും അദ്ദേഹം കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പദസംവിധാനത്തിൽ പരമ്പരാഗതമായ കാവ്യകൽപ്പനകളിൽ നിന്ന് മാറുന്ന രചനാ രീതി ആദ്യകാല കവിതകൾ മുതലേ നമുക്ക് കാണാൻ കഴിയും. ഞെട്ടിയുണരാൻ വിളഞ്ഞു കിടപ്പു തൊട്ടിലിൽ താനേ ശയിക്കും ശവങ്ങൾ എന്നൊക്കെ ആദ്യകാല കവിതയില് അദ്ദേഹം എഴുതുന്നത്. പിൽക്കാലത്ത് ഒരുപക്ഷെ അതിനേക്കാൾ മനകൂർത്ത ഒടിച്ചു മടക്കിയ വാക്കുകൾ, അതിന്റെ കൂർത്ത മനകളൊക്കെ കൂടുതൽ പ്രബലമാകുന്നുണ്ട്. ആദ്യകാലത്ത് ഇത്തരത്തിലുള്ള ഒരു തലവും നമുക്ക് കാണാൻ പറ്റും. ഈ കാവ്യഭാഷയുടെയും അതുപോലെ കാവ്യസങ്കല്പത്തിന്റെയും ഈ പുതുക്കിപ്പണികൾ പോലെ തന്നെ പ്രധാനമാണ് രൂപതലത്തിലുള്ള മാറ്റം. ഒരുപക്ഷെ പണിക്കര് മാഷിന്റെ കവിതയുടെ 3 അടിസ്ഥാനങ്ങൾ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് സാമൂഹികത കൊണ്ട് സാമൂഹികതയെ വ്യക്തിയുടെ ശൈഥില്യങ്ങളെ മുൻനിർത്തി വിശദീകരിക്കാനുള്ള ശ്രമം. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേട്ടോ. കാരണം ഈ സമൂഹത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാർസൽ പ്രൂസ്റ്റ് അദ്ദേഹത്തിന്റെ ഇൻ സെർച്ച് ഓഫ് ലോസ്റ്റ് ടൈം എന്ന് പറയുന്ന, പഴയ പേര് റിമംബറൻസ് ഓഫ് തിങ്സ് പാസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ കൃതി എന്നല്ല, അതിലൊരു വാക്യം എഴുതുന്നുണ്ട്. ഞാൻ പറയുന്നത് മോഡേണിസ്റ്റ് നോവലിന്റെ പ്രധാനപ്പെട്ട മാതൃകയാണല്ലോ ആ നോവൽ. കോൺസുവയിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് എഴുതുന്ന ഒരു വരി, ഒരാളെ മനസ്സിലാക്കാൻ അയാൾ ജീവിച്ച കാലത്തെ മനസ്സിലാക്കണമെന്ന് നാം തെറ്റായി ധരിച്ചു പോരുന്നുണ്ട്. എന്നിട്ട് പിന്നെ അദ്ദേഹം എഴുതുന്നത്, വാസ്തവത്തിൽ ഒരു കാലത്തെ മനസ്സിലാക്കാൻ ഒരാളുടെ അന്തരാത്മാവിലേക്ക് നാം ചുഴിഞ്ഞു നോക്കുകയാണ് വേണ്ടത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ളൊരു വളരെ മൗലികമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ അന്തരാത്മാവ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ മണ്ഡലമല്ല. ഒരാളുടെ അന്തരാത്മാവ്, വ്യക്തിവാദം, വ്യക്തി അനുഭവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സാമൂഹികതയ്ക്ക് പുറത്തുള്ളൊരു കാര്യമല്ല. സാമൂഹികതയുടെ വിപുലമായ സംഘർഷങ്ങൾ ഊറിക്കൂടി സാന്ദ്രമായി ഘനീഭൂതമായി നിൽക്കുന്ന ഒരിടമാണ് പ്രൂസ്റ്റിന്റെ ഭാഷയിൽ ഒരാളുടെ അന്തരാത്മാവ്. അതിലേക്ക് ചുഴിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് തമ്മിൽ പോരടിക്കുന്ന നാനാബലങ്ങളെ കാണാം. സ്ഥിരസ്നേഹത്തെ കരുതി
നൂറാവർത്തി ചത്തിയിടുവിൻ എന്നെഴുതിയ ആശാൻ തന്നെയാണ് സ്ഥിരസ്നേഹം സ്ഥിരമാം സ്നേഹം അനാഥമൂഴിയിൽ എന്നെഴുതുന്നത്. ഇത് കവിതയിൽ സാധ്യമാണ്. ഒരു കാലത്തിന്റെ ബലങ്ങളെ മുഴുവൻ ഒരു കവി ഉൾക്കൊള്ളാം, ഒരാൾ ഉൾക്കൊള്ളാം. അതോടെ അയാൾ, അത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു സുസ്ഥിര സ്ഥാനത്ത് ഉറച്ചു നിന്ന് ലോകത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത മട്ടിൽ ലോകം കലുഷമാകും, ചെതറിത്തെറിച്ച ശകലങ്ങൾ മാത്രമായിട്ട് മാറും. അതോടെ അയാളുടെ ഉള്ളിൽ തന്നെ ഒരു കാലത്തെ സംഗ്രഹിക്കാൻ പോകുന്നതായിത്തീരുന്നു. ഈ തലത്തിലുള്ള വ്യക്തിവാദപരം എന്ന് വിളിക്കാവുന്ന ഒരു തലം പണിക്കര് മാഷുടെ എഴുത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. അത് കേവല വ്യക്തിവാദമല്ല. വാസ്തവത്തിൽ വ്യക്തിവാദത്തെ, വ്യക്തിപരത എന്ന് പറയുന്നതിന് സാമൂഹികതയുടെ ഒരു ആവിഷ്കാര പ്രകാരമായിട്ട് കാണാൻ പറ്റുമോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ കവിതയിൽ ശ്രദ്ധേയമായത് എനിക്ക് തോന്നിയിട്ടുള്ളത് രൂപതല. രൂപം എന്ന് പറയുന്നത്, ഇപ്പൊ അദ്ദേഹം ഏതെല്ലാം രൂപങ്ങൾ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോത്രയാനം പോലെയുള്ള അതിദീർഘമായ ഒരു ഒരു എന്താ പറയാ, ദീർഘകവിതയുടെ എല്ലാ സ്വഭാവങ്ങളുമുള്ള കലാത്മകതയിലേക്ക് വരെ എത്തുന്ന രൂപത്തിലെത്തി. കാവ്യനാടക സമ്പ്രദായങ്ങൾ സ്വീകരിച്ചു, ദണ്ഡകങ്ങൾ എഴുതി, കാർട്ടൂൺ കവിതകൾ എഴുതി. അങ്ങനെ രൂപപരീക്ഷണമാകാവുന്നത്ര അദ്ദേഹം കവിതയിൽ നടത്തി. എന്തുകൊണ്ട്? ഈ രൂപം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ഒരു വലിയൊരു കാലം ഈ രൂപത്തെ കുറിച്ച് ആലോചിക്കുന്നത് സാമൂഹ്യ ബോധമില്ലായ്മയാണ് എന്ന ഒരു വിചാരം വളരെ ശക്തമായ ഒരു കാലമുണ്ട്. വാസ്തവത്തിൽ ഇത് രൂപം എന്ന് പറയുന്നത് ഏതനുഭവത്തെയും പ്രകാശിപ്പിക്കുന്നതിന്റെ ആദ്യത്തെ പ്രതലം രൂപമാണ്. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയരഹിതമായും ഒരു രൂപ സംവിധാനം കൂടിയാണ്. ഇത് ആദ്യം പറയുന്നത് പണിക്കർ സാറൊന്നുമില്ല കേട്ടോ, അതിനൊക്കെ വളരെ മുമ്പ് ഈ കാര്യം ഉറപ്പിച്ചു പറഞ്ഞ ഒരാൾ കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി പറയുന്നുണ്ട്, രൂപത്തിലാണ് ചരിത്രമുള്ളത്. പ്രമേയത്തെയും അനുഭൂതിയെയും ഒക്കെ മുൻനിർത്തി കലയെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് മൂന്നാം തരം വിമർശന രീതിയാണ്. ഒന്നാം തരം വിമർശനം രൂപത്തിലേക്ക് നോക്കലാണ്. കാരണം ഒരു പ്രത്യേക പാറ്റേണിൽ നിങ്ങൾ അനുഭവത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അനുഭവത്തിന് തന്നെയും ഒരു പ്രത്യേക ഉള്ളടക്കം വരും. നമ്മുടെ ഫ്രെഡറിക് ജെയിംസിനെ പോലെ ഒരാൾ പറയുന്നുണ്ട്, എന്താണ് ഈ ഊറിക്കൂടി നിൽക്കുന്ന സെഡിമെന്റഡ് കണ്ടന്റ് എന്നാണ് അദ്ദേഹം രൂപത്തെ കുറിച്ച് വിളിക്കുന്നത്. ഊറിക്കൂടി നിൽക്കുന്ന ഉള്ളടക്കമാണ്. അതുകൊണ്ട് ഒരു രൂപം മാറുന്നു എന്നുള്ളതിന്റെ അർത്ഥം ചില ആശയം മാറി എന്ന് മാത്രമല്ല, അനുഭവ ഘടന മാറി എന്നാണ്. ഈ അനുഭവ ഘടന മാറുമ്പോൾ രൂപത്തെ മാറ്റേണ്ടി വരും.